വിശുദ്ധി തുടങ്ങുന്നതിന് കർത്താവായി പത്രോസ് എന്താ പറയുന്ന 1 പത്രോസ് 1:15 നിങ്ങൾ എല്ലാം വിളിച്ചിരിക്കുന്ന വിശുദ്ധിയിലോട്ടാണ്, അശുദ്ധിയിലേക്കല്ല. അതാണ് പൗലോസ് പറയുന്നത്. 1 തെസ്സലോനിക്കർ 4:3-7 വരെയുള്ള വചനം. വിശുദ്ധി തുടങ്ങുമ്പോഴാണ് യേശു വരണം. എന്തെങ്കിലും വൈരാഗ്യം ഹൃദയത്തിലുണ്ടെങ്കിൽ വിശുദ്ധി അപ്പം പോകും. 12:14-16 അവ ഈശോയുടെ അടുക്കുന്തോറും വിശുദ്ധിയിലോട്ടാണ്. ഇതുകൊണ്ടാണ് വചനം കേട്ട് 4 കൊല്ലമാണ് എന്റെ അവധി. ദാനിയേൽ 12 ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എത്ര ദിവസമാണെന്ന് പറയാൻ മാറുന്നത് പറയുന്നവര് ജയിച്ചല്ല, അങ്ങനെ ഇരിക്കും. 28 കൊല്ലം അങ്ങനെ ഇരിക്കും. പ്രാർത്ഥനക്കാരൻ അന്നും കൊണ്ട് വിചാരിനെ കൊടുക്കും. എല്ലാം കുറവും ചെയ്തിട്ട് പറയും പ്രാർത്ഥനക്കാരിയാണ്. പിന്നെ കൈവച്ചാരോ പറഞ്ഞത് മറ്റവനാണ്. കൈവപ്പ് വളർത്താൻ വലിയ കൃപയാണത്. ആദ്യം പലരും എതിർത്തിരുന്നു, ഇപ്പൊ പലർക്കും പറഞ്ഞു തുടങ്ങി. ശരിയാണ് പറയുന്നത്. ദാനിയേൽ 13:50 ഇതൊരു ശ്രേഷ്ഠ കൃപയാണ്. കൈവപ്പ് പ്രാർത്ഥന വൃത്തിനെപ്പോലെ വെറുതെ കൈവപ്പ് ചെലുത്തും. അത് വലിയ കൃപയാണ്, ദൈവത്തിന്റെ ദാനമാണത്. 1 തിമോത്തി 4:14 അതൊരു ദാനമാണ്. 3 ശക്തിയാണ് കൈവപ്പുമ്പോ വരുന്നത്. 2 തിമോത്തി 1:6-8 വരെയുള്ള വചനത്തില് അത് വിശുദ്ധി പാലിച്ചിരിക്കണമെന്നാണ്. 1 തിമോത്തി 5:26-23. അതുകൊണ്ടാണ് ചിലരുടെ പാപം വേഗം വെളിപ്പെടും, ചിലരുടെ പാപം കുറച്ച് കഴിഞ്ഞിട്ട് വെളിപ്പെടുകയുള്ളൂ. 1 തിമോത്തി 5:24-25. പിന്നെ ഞാൻ വരുന്ന വഴിക്ക് സ്ഥലത്ത് കയറി 2 സഹോദരികൾ താല്പര്യമുള്ളവർക്ക് കർത്താവിൽ വരാൻ കുറെ വളരെ കിടന്ന പരിപാടിയൊക്കെ നടക്കണം. 2 പേര് യേശുവിനെ എത്തിയിട്ടുമില്ല, കണ്ടിട്ടുമില്ല, ഒരു കൃപയിലും വന്നിട്ടുമില്ല. എന്തുകൊണ്ടാണ്? ആദ്യം തന്നെ ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റും. ആദ്യം ഭർത്താവിന് എളിമപ്പെട്ടാലേ കൃപ വരുള്ളൂ. 1 പത്രോസ് 3:1 ഭർത്താവിന് എളിമപ്പെടാതെ എവിടെയാണ് കൃപ വരുന്നത്? ഭർത്താവിനെ ബഹുമാനിക്കണം, ഭർത്താവിനെ സ്നേഹിക്കണം എന്നാണ്. എഫേസ്യർ 5:22 അത് ഒന്നില്ലാതെ 1 കൊരിന്ത്യർ 1:6 വരുന്ന വചനത്തില് 10-16 വരുന്ന വചനത്തില് പാലിച്ചാലേ കൃപ വരുള്ളൂ. അത് പറഞ്ഞ പ്രയാസപ്പെടുകയാണ്. എന്തുകൊണ്ടാണ്? അവർക്ക് വീക്ഷിക്കാൻ അറിയാൻ സാധിക്കുന്നില്ല. ആരാണ് ശരി, എന്താണ് സത്യം, എവിടെയാണ് എല്ലായിടത്തും ഓടുകയാണ്. ആദ്യം വേണ്ടത് ഇന്നാണ് അവരുടെ സൗകര്യം പറഞ്ഞത്. ആരും പറയാതെ അത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ആദ്യം കിട്ടേണ്ടത് 1 കൊരിന്ത്യർ 12:10 വേദന വരാം. എല്ലാവരും ചോദിച്ചറിയണം ആരാണ് എന്താണെന്ന്. ഉണ്ടോ? ഒരുത്തനത് ബൈബിളും മറ്റും നടന്നാലോ അത് പറഞ്ഞ് ഇത് വിശ്വസിക്കരുത്, ആരും വിശ്വസിക്കരുത്. ഒരു സിഗരറ്റ് വലിച്ചിട്ട് വചനം പറഞ്ഞാൽ യേശുവിലല്ല. രഹസ്യമായി മദ്യം കുടിച്ചിട്ട് വരുന്ന യേശുവിലല്ല. വ്യഭിചാരത്തിൽ നടന്നിട്ട് വന്നാൽ യേശുവിലല്ല. അതുകൊണ്ട് വചനം പഠിക്കുന്നവരാണ് എന്റെ സഹോദരന്മാർക്ക്. അപ്പൊ ഈ കൃപ കിട്ടണമെങ്കിൽ ശക്തമായി പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ എങ്ങനെയാണോ അറിയും? ഉള്ളവനെ എല്ലാം ഇതാണെന്ന് വിചാരിക്കും. അതാണ് എല്ലാം പരാജയപ്പെടുന്നത്. വിചാരിച്ചു ഉടനെ വരുവാണ്. 2 കൊരിന്ത്യർ 12-15 വനത്തില്ല മാലാഖ വിചാരിച്ചു മാലാഖയായിട്ട് അഭിനയിച്ചവൻ എല്ലാവരും പരിചയം. അത് കൃപയുണ്ടെങ്കിൽ ആ നിമിഷത്തെ പിടിക്കാൻ അനേകം കൃപകളുണ്ട്. വെളിപാട് 2:2 അപ്പോസ്തലനായില്ലേ അപ്പൊ കണ്ടുപിടിക്കാൻ ദൈവം അനേകം കൃപകൾ. യോഹന്നാൻ 4:10 ദൈവത്തിന്റെ ദാനങ്ങൾ എന്താണെന്ന് അറിയുന്നത്. ദൈവത്തിന്റെ ദാനം സ്നേഹമാണ്. ഈ സ്നേഹത്തിന്റെ ആദ്യമാണ് മുറ്റി കളികൾ എന്തിനേക്ക് കയറണം. അതിലും ഭയങ്കരമായിട്ട് സ്നേഹം വന്ന് കയറണം. അപ്പോഴാണ് കൃപകൾ ആധിക്യം വരുന്നത്. ഈ കൃപകൾ ആധിക്യം വരുമ്പോഴാണോ രോഗം. അല്ലെങ്കിൽ രോഗങ്ങളുണ്ടായില്ല. ബാക്കിയും നല്ല കൃപകൾക്ക് രോഗം ഉണ്ടാവും. ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് വിരോധിക്കുക, അത് പ്രാർത്ഥിച്ച് വിശ്വാസം ഇല്ല. ആഗ്രഹിക്കാതിരിക്കാൻ 2 കൊരിന്ത്യർ 12:7 മുള്ളലുകളെന്ന് പറഞ്ഞു. കൃപകൾ ആധിക്യം വരുമ്പോഴാണ്. കൃപ സ്നേഹത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അതാണ് 1 കൊരിന്ത്യർ 14:1 സ്നേഹമാണ് ഏറ്റവും വലിയത്. സ്നേഹം ഇങ്ങനെ നിറഞ്ഞു വരുമ്പോഴാണ് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെ വിശ്വാസം വരും? ആദ്യം തന്നെ ക്ഷമിക്കുമ്പോൾ തന്നെ തുടങ്ങുന്ന ഹൃദയത്തിൽ പ്രവർത്തനം. ഈശോ നോക്കുന്ന ഹൃദയമാണ്. 1 സാമുവേൽ 16:7
നിന്റെ സൗന്ദര്യമല്ല, നിന്റെ ഉയരമല്ല, ഹൃദയം മാത്രമാണ് നോക്കുന്നത്. ഹൃദയം കർത്താവ് പരിശോധിച്ച് നോക്കും. വെളിപാട് 2:23 പറയുന്ന പോലെ ഏകമുദ്രയിലാണ് ആ ഹൃദയത്തില് വാചനം വന്നു. അതാണ് 4 കൊല്ലമെന്ന് പറഞ്ഞത്. ദാനിയേൽ 12:12 പറഞ്ഞു. ഈ 12:12 കർത്താവ് ഉപമകളിൽ പറഞ്ഞേക്കണം. ലൂക്കാ 14:6-9 കൊല്ലം വേണം. ഒരു അത്തിവൃക്ഷം വെച്ച് 3 കൊല്ലം മുളകിട്ട് 1 കൊല്ലം അന്ന് നോക്കാൻ പറഞ്ഞപ്പോ ഒന്നുമില്ല. 1 കൊല്ലം കൂടി കിടക്കട്ടെ. 4 കൊല്ലമായപ്പോഴത്തേക്കും വന്ന് നോക്കിയിട്ട് ഒന്നും കണ്ടില്ലെങ്കിൽ എന്താ ചെയ്യുന്നത് പറയാമോ? വലിയ നീലും എന്തുകൊണ്ടാണ് ഈ 4 കൊല്ലം വരുമ്പോ ഒന്നും പുറപ്പെടാതെ ഇരിക്കുന്നപ്പോ കാര്യങ്ങൾ ചാടി തരുന്നത്? 15 വായിച്ച കൊടുക്കാൻ 15-18 വചനം. സ്വസ്ഥമായിരിക്കുക, സ്വസ്ഥതയും ആശ്രയവും വേണം. അതിനാൽ ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. സ്വസ്ഥതയും ആശ്രയവും ആയിരിക്കും നിങ്ങളുടെ ബലം. എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കുകയില്ല. നിങ്ങൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ശീഘ്രം സഞ്ചരിക്കും. അതിനാൽ നിങ്ങൾ വേഗം അകന്നു പോകും. ഞങ്ങൾ ശീഘ്രതയുള്ള പടക്കുതിരയുടെ പുറത്ത് സഞ്ചരിക്കും എന്ന് നിങ്ങൾ പറഞ്ഞു. അതിനാൽ നിങ്ങളെ പിന്തുടരുന്നവരും അതിവേഗമായിരിക്കും വരിക. ഒരുവനെ പേടിച്ച് 1000 പേർ ഓടും. 5 പേർ ഭീഷണിപ്പെടുത്തിയാൽ നിങ്ങൾ എല്ലാവരും ഓടും. നിങ്ങളിൽ അവശേഷിക്കുന്നവർ മലമുകളിലെ കുടിമരവും കുന്നിൻ മുകളിലെ ചൂണ്ടുപലകയും പോലെ ആയിരിക്കും. അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ ഉയർത്തുന്നു. എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ്. അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. 4 കൊല്ലം അതിനാണ് പറയുന്നത്. ആയിട്ടത്തില്ല ഉള്ളത് കഴിക്കുക. 37-35 ആദ്യത്തെ കൊല്ലം കിട്ടുന്ന വചനങ്ങൾ കഴിച്ചിരിക്കുക. 2ാമത്തെ കൊല്ലം അതുപോലെ ചെയ്യുക. കേട്ടോ, ഇത് അതെല്ലാം ഇരിക്കുന്നത് തന്നെ ചാടിയാണ്. 1-3-6 പേരും ആങ്കാരം കയറി പിള്ളേർ വേറുന്നുള്ളൂ. ആണ് മിക്ക സൗകര്യങ്ങൾ വേറെ വിചാരിച്ചു കൊടുക്കണം. വിചാരിച്ചു ഇഷ്ടമാണ് സൗകര്യം വേഗം കൊണ്ടുപോകും. കണ്ടോ, ആവുക 4 ആദ്യം പറയാം. വേഗം പോകും. കാരണം ആദത്തിന്റെ ഭാര്യയിൽ നിന്നാണ്. അത് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം എന്താണ്? ജഡത്തിൽ കിടക്കുന്നതുകൊണ്ടാണ്. ബുദ്ധിയിലാണ് എല്ലാം കാണുന്നത്. ദൈവത്തെ കണ്ണും കൊണ്ട് വിശ്വസിക്കണം. കണ്ണും കൊട്ടി ഒരു ബൈബിളും ഇല്ലാതെ വിശ്വസിക്കുക. അതുപോലെ വിശ്വാസമായിരിക്കണം. അതാണ് ചിലന്റെ 3 കാലങ്ങളിലുള്ള വിശ്വാസം. നീതിയുടെ വിശ്വാസത്തിൽ കൂടി ആയിരിക്കും. അബ്രഹാം എങ്ങനെ വിശ്വസിക്കും? കൊല്ലം പറഞ്ഞപ്പോ മാനെടുത്ത് മാന വെട്ടാൻ പോയി. നിങ്ങളാണെങ്കിൽ വെട്ടുവോ? ദൈവം അവിടെ പറഞ്ഞാൽ ഞാൻ വെട്ടിയെന്ന് പറയുന്നത് അങ്ങനെ വെട്ടുവോ എന്ന് പറയുന്നത്. ആ വെട്ടാൻ ആ നിമിഷത്തെ ചെയ്യാൻ ധൈര്യം തന്നോ പറഞ്ഞോളൂ. ആ വിശ്വാസത്തോടാണ്. ഈ വിശ്വാസമാണ് പത്രോസിന്റെ വിശ്വാസം. ഇതാണ് 16-17 ഈശ പറയുന്നത്. മാംസരക്തങ്ങളല്ല, എന്റെ പിതാവായ ദൈവമാണ്. 16-16 ഇവരുള്ള ദൈവത്തിന്റെ കുട്ടികൾ. ആ വിശ്വാസമായിരിക്കണം. നമ്മുടെ വിശ്വാസത്തോടെ എല്ലാം ദൈവമാണ്. പിന്നെ അവിടെ കാണുന്നത് എങ്ങനെയാണ്? പിന്നെ പലവിധത്തില ദുരിതത്തെ കൂടിയൊക്കെയാണ് ഈശോ വരണം. ഇതെല്ലാം സാത്താന്റെ എന്തെല്ലാം തന്ത്രങ്ങൾ അത് കണ്ടുപിടിക്കാതെ കഴിവില്ലാത്തതുകൊണ്ടാണ്. ആത്മാവിലായിരിക്കണം, ധൈര്യമായിരിക്കണം, വിശുദ്ധുള്ളവന് ഇതെല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യക്ക് 22-26 വിശുദ്ധക്കുറി മാത്രമേ എല്ലാം വസ്തുക്കളെല്ലാം കാണാൻ അറിയാൻ സാധിക്കുകയുള്ളൂ. മന്ത്രബോധങ്ങളെല്ലാം അല്ലെങ്കിൽ മന്ത്രബോധമില്ല, ഓർമ്മമില്ല, വിശാചില്ല, ഈശോയിൽ എന്ന് പറയുന്നു. എല്ലാം തള്ളി പറയും. 3:19 അവന്റെ ഉദരമാണ് അവന്റെ ദൈവം. ഭക്ഷണത്തിന്റെ താല്പര്യം ഒന്നും കിട്ടിയല്ല. 5:4 പറഞ്ഞ പോലെ വിചാരത്തിന്റെ ഭൂതമായിരിക്കും അവന്റെ കുടികൊള്ളുന്നത്. പലതരം ഭൂതങ്ങളുണ്ട്. ഗോവിന്ദ 3 വെച്ച് ഈ വ്യഞ്ജന പ്രാർത്ഥന പറഞ്ഞു തരാൻ ഇത് കഴിഞ്ഞിട്ട് അമ്മോ അന്ന് വായിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ കൊല്ലം കിട്ടണം, ഭക്ഷിക്കണം, വചനം കേൾക്കാവുന്നത്. 3ാമത്തെ കൊല്ലം വേണം അതൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങേണ്ടത്.
രോഗികളെ പ്രാർത്ഥിക്കുകയും രോഗികളെ നോക്കുകയും 4 കൊല്ലത്തിനും 4 കൊല്ലം കഴിഞ്ഞ